ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഹലീം വാട്ടറാണ് കേട്ടോ. ഇത് ഹലീം സീഡ്സിനെ തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇന്ന് അതിന് ജസ്റ്റ് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കിയത്. പിന്നെ ഇതെന്താ ഞാൻ സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതെൻ്റെ ഫുഡല്ല. ഇത് റൂഫീൻ്റെയും സോറോൻ്റെയും. സോറോ വേണോ? സോറോ ഗുഡ് ബോയ് ആണോ? എന്നാ ഗുഡ് ബോയ് ആണ് സോറ്. ഈ പച്ചപ്പിൻ്റെ ഹരിതാപേൻ്റെ ഒക്കെ ഉള്ളിൽ രാവിലെ എണീറ്റ് വന്നിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. രസം. സുഖി രാവിലെ തന്നെ തലേ ദിവസത്തെ ഫുട്ബോൾ മാച്ചിൻ്റെ എല്ലാ ഹൈലൈറ്റ്സും നോക്കൂട്ടാ. ഹലോ, ഇന്നെന്താ ജിമ്മലേക്ക് പോകാൻ ക്ഷീണം? പീരിയഡ്സ് വരുന്ന പോലെ ഉണ്ട്, കുറച്ച് വയ്യ. പക്ഷെ നമുക്ക് പോയി കുറച്ച് സ്ട്രെച്ചിങ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് പീരിയഡ്സിന്റെ ക്രാംസ് കുറയും. നമ്മുടെ ഗ്യാസ് ഇന്നലെ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഗ്യാസ് എടുത്തപ്പോൾ 6 months യൂസ് ആയിണ്ടായിരുന്നു. ഇത് എടുത്തിട്ട് ഇപ്പോൾ 8 months നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒരു സിലിണ്ടർ നമ്മൾ 8 months. സോ നമ്മൾ എത്രയാണ് കപ്പാസിറ്റി? 17 ഇപ്പോൾ നമ്മളിനി എന്തായാലും ഇപ്പോൾ മന്തുണ്ടല്ലോ, സാലറി വന്നതിന് ശേഷം സിലിണ്ടർ എടുക്കാൻ പറഞ്ഞിട്ട് ജുഗാഡ് ചെയ്യാൻ നോക്കണം. ജുഗാഡ്. സോ നമ്മുടെ കയ്യിലൊരു സിംഗിൾ ബർണർ ഉണ്ട്. ഇതിലുണ്ടാന്നൊന്ന് നോക്കട്ടെ ഗ്യാസ്. ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുണ്ട്, എന്താ പറയാ, ഇൻഡക്ഷൻ. അങ്ങനെ ഡയറക്റ്റ് വെക്കാതെ മാറ്റിൽ വെച്ചോ. നോ നോ ബേബി, ഗോ ഗോ വേ. തുരുമ്പൊന്നും തിന്നണ്ട. കത്തോ നോക്ക്. നോ സോറോ, തീയാണ്. യാ സക്സസ് സക്സസ്. ഓഫ് ചെയ്തോ. ഇനി മേലെ കയറ്റി വെക്കാം. നമുക്ക് ഒരു തുണി ഇട്ടിട്ട് കൊക്കോ കുട്ടി. ഒരു പപ്പിയുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കൊക്കോ. പക്ഷെ അവിടെ ഗ്ലാസ് ഇട്ടത് കൊണ്ട് നമുക്ക് ശരിക്കും കൊക്കോ കൊക്കോ. ഞാനില്ലേ ബട്ടറെല്ലാം ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് വാങ്ങുമ്പോൾ തന്നെ വാങ്ങിയ ഉടനല്ല, വാങ്ങിയിട്ടൊന്ന് കോൾഡ് ആകാൻ വെക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് ഞാൻ അതിനെ ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് നോർമൽ ബ്രെഡ് അല്ല കേട്ടോ, ഇത് സവർഡോ ബ്രെഡാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ നോർമൽ ബ്രെഡ് കഴിക്കാതെ ഈ ബ്രെഡ് കഴിച്ചാൽ നമുക്ക് ബെറ്ററാണ്. നോർമൽ ബ്രെഡ് അത്ര ഹെൽത്തിന് നല്ലതല്ല. സോ ഇത് ലാസ്റ്റ് 4 പീസ് തന്നെ ഉള്ളൂ. പക്ഷെ ഇത് മതി, ഇനി നമുക്ക് വാങ്ങിക്കാം.
സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗ്, ബ്രോക്കലി, പിന്നെ സോർഡോ ബ്രെഡ്, പിന്നെ കുറച്ച് മാംഗോസ് ഞാൻ കഴിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്. സിമ്പിൾ ബട്ട് ഹെൽത്തി. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ കുറച്ച് സമയത്തിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ നാളായി മുരിങ്ങൻ്റെ എല്ലാം തപ്പിയിട്ട് നടക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുണ്ട് പറഞ്ഞത്. ഇത് ഫ്രഷ് ആയിരുന്നു. ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നലെ എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. സോ ഞാൻ ഇത് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാനാണ്. മറ്റേ മലബാർ സൈഡിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമല്ലോ, താളിപ്പ് പറയും നമ്മൾ. കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിൽ ഫസ്റ്റ് ഇതിനെ വേവിക്കും, മുരിങ്ങയില തന്നെ വേവിക്കും, ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചതിൻ്റെ ശേഷം കഞ്ഞിവെള്ളം ഒഴിക്കും. എന്നിട്ട് അതിന് നമ്മൾ പറയുക താളിപ്പ് എന്നാണ്. കഞ്ഞിവെള്ളത്തിൽ താളിച്ചെടുക്കും. സോ ആ സംഭവം ചെയ്യാനാണ് ഇന്നത്തെ മെനു. ലഞ്ചിന് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ചിക്കൻ ഉണ്ട്, അതിൽ നിന്ന് കുറച്ചെടുക്കും. ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 kg ചിക്കനൊക്കെ ഞാൻ വീക്കെൻഡിൽ വാങ്ങിയിട്ട് അതിനെ 4 ബോക്സിലാക്കി വെക്കും. അതായത് ഒരു ഓൾമോസ്റ്റ് 1/2 kg അപ്രോക്സിമേറ്റ്ലി. ചിലപ്പോൾ ചില ബോക്സിൽ ഞാൻ എക്സ്ട്രാ വെക്കും, അത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി 3 ബോക്സിലും കുറച്ചാക്കി വെക്കും. എന്നിട്ട് ഇതേപോലെ ഇടയിൽ എടുത്തിട്ട് റോസ്റ്റ് പോലെയാണ്, അധികം മസാല ഒന്നും ഇടാതെ അധികം എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ചുമ്മാ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോട്ടീനിന് ചിക്കൻ ഉണ്ട്, മുരിങ്ങയില ഉണ്ട്, പിന്നെ പംകിൻ വാങ്ങിയതുണ്ട്. എനിക്ക് പംകിൻ ഭയങ്കര ഇഷ്ടം. പംകിൻ അപ്പോൾ പംകിൻ ഉണ്ട് കുറച്ച്. നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ലോഗിൻ ചെയ്യണതിൻ്റെ മുന്നത്തേക്ക് എല്ലാം റെഡി ആവുമോയെന്നറിയില്ല. പക്ഷേ ഫസ്റ്റ് നമുക്ക് ചോറ് വെക്കണം. കാരണം ഞങ്ങൾ എപ്പോഴും ചോറ് കുക്കറിലാണ് വയ്ക്കുക. പക്ഷേ എനിക്ക് ഇന്ന് കഞ്ഞിവെള്ളം വേണമല്ലോ. കഞ്ഞിവെള്ളം വേണമെങ്കിൽ എനിക്ക് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യണം ഇന്ന്. അപ്പോൾ ടാസ്ക്കാണ്. കുക്കറാണെങ്കിൽ ഈസി അല്ലേ, വിസിലടിക്കണത് മാത്രം നോക്കിയിരുന്നാൽ മതി. ഇത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൗവിൽ എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ ഞാൻ മറന്നു പോവാം. സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്യാസ് ചിലപ്പോൾ ഇനിയും 1 മാസത്തേക്ക് കൂടെ ഒക്കെ ഓടുമായിരുന്നു. എന്നെക്കൊണ്ട് തന്നെ എൻ്റെ ഗ്യാസ് തീർന്നത്. 2-3 പ്രാവശ്യം ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വെച്ചിട്ട് മറന്നു, പാത്രമെല്ലാം കരിഞ്ഞു പോയി. വേറെ എന്തായിരുന്നു വേറെ സോറോൻ്റെ റൂഫിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ട് അതും മറന്നുപോയി. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മളുടെ ഒരു സിലിണ്ടർ 8 മാസം നിന്നു. ഓക്കെ, ഇതിൻ്റെ മുന്നത്തെ സിലിണ്ടർ വെറും 6 മാസം നിന്നുണ്ടായിരുന്നത്. ഇത്തവണ പിന്നെ നമ്മൾ ഈക്വലായിട്ടാണ് യൂസ് ചെയ്തത്. അതായത് ഇൻഡക്ഷൻ ഉണ്ട്, റീഹീറ്റ് ചെയ്യാൻ മൈക്രോവേവ്, അങ്ങനെ 3ഉം കൂടെ ബാലൻസ് ചെയ്ത്. കാരണം ഗ്യാസിനൊക്കെ ഭയങ്കര വില കൂടിയല്ലോ ഇടയിൽ സിലിണ്ടറിന്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചില പാത്രങ്ങൾ ഗ്യാസിൽ തന്നെ. അപ്പോൾ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ചോറായി. അപ്പോൾ നമുക്ക് ചോറ് വാർക്കാം. എങ്ങനെ വാർക്കാം? എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് വാർക്കാൻ അറിയില്ല. സോ നമുക്ക് ഇതിലില്ലേ ഈ ഓട്ടപാത്രത്തിൽ വറുത്തെടുക്കാം. മറ്റേ നോർമൽ വർക്ക് എനിക്ക് അറിയില്ല. ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ചെയ്യില്ല, വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ ആ സംഭവം വരില്ല, അറിയില്ല. അപ്പം നമുക്ക് അറിയാവുന്ന പണി ചെയ്യാം. ഇല്ലെങ്കിൽ
എൻ്റെ ചോറ് ഫുൾ വേസ്റ്റാവും. അയ്യോ കഞ്ഞിവെള്ളം വേണമല്ലോ അല്ലേ? യെസ്, കഞ്ഞിവെള്ളം. ഞാനിപ്പോൾ കഞ്ഞിവെള്ളം കളഞ്ഞു, മറന്നു എന്തിനാ ഇങ്ങനെ ചോറ് ഉണ്ടാക്കിയത് എന്നുള്ളതേ മറന്നു. നമുക്കൊരു 3/4 ബൗൾ കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട്, അത് മതിയാകും. ഓക്കെ, മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനൊന്നും അല്ല കേട്ടോ, ഞാൻ അതവിടെ അനിയൻസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്യണം, എനിക്ക് വർക്ക് നിറയെ വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത് എന്നിട്ട് 2-3 മെയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നേക്കണം. സോ ഇപ്പോഴും നിറയെ മെസ്സേജ് വരുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂസ് കുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇടയിൽ ബ്രേക്ക് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ചോറായി. ഇനി നമുക്ക് ഇന്ന് പംകിൻ നടക്കും തോന്നുന്നില്ല, കാരണം നല്ല പണി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ബാക്കിൽ. ഈ ഉള്ളി അപ്പം ഇപ്പോൾ തൽക്കാലം കറിക്കുള്ളത് കുറച്ച് തിരക്കിട്ടിട്ട് പണി ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഇതെന്തിനാ കറി. അപ്പം അതിന് ചെറുതായിട്ട് എഴുതിയിട്ട്. No, this is the same account. Joe's account only we are using. So, I think it's asking to verify. Did you try to log in multiple times or something like that? No. It was the first time when I stopped on display. And then I thought of checking if UK credentials have been removed or what. So that's why I picked them. No, that is different website actually. That's not the one. So, like try to enter your date of birth and see if it's working or not. Otherwise, we need to check with May for Joe's details. So നമ്മുടെ താളിപ്പ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ, ആ കഞ്ഞിവെള്ളം മാത്രം തന്നെ ഒഴിച്ചുള്ളൂ. പിന്നെ ഇത്ര മതി ഞങ്ങൾക്ക്, കാരണം വെച്ച് കഴിക്കാനൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഇന്നത്തോടെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് തിളക്കട്ടെ. ഇല ഒന്ന് വെന്തുണ്ടായിരുന്നു, പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് വെന്താൽ ടേസ്റ്റ് ഇനിയും ഉണ്ടാവും. ഇപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇനി നമുക്ക് നേരെ ചിക്കൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാം. നമ്മുടെ താളിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ശരിക്കും ഇൻഡക്ഷനിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കറണ്ട് പോയിട്ട് പവർ ബാക്കപ്പിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ വർക്കാവില്ല. അപ്പോൾ ഞാൻ അതിനെ സ്റ്റവിലേക്ക് മാറ്റി. പക്ഷെ രസമുണ്ട് കേട്ടോ ഔട്ട്ഡോർ കുക്കിങ്. ഇങ്ങനെ ചെടികളും എല്ലാം കണ്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യാം. പിക്നിക്ക് പോയ പോലെ ഉണ്ടല്ലോ. ഇതും കൂടെ റെഡി ആയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. ഇപ്പം സമയം എത്രയെന്ന് പറയട്ടെ, കാരണം ഞാൻ കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എക്സാക്ട്ലി ടൈം 3:30. ഇന്നലത്തെ പോലെ ഇന്നും ഞാൻ 4 മണിക്കായിരിക്കും ലഞ്ച്. പക്ഷേ കുഴപ്പമില്ല, കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 10:30-11 മണിയാകുമ്പോഴാണ്. അപ്പോൾ ലഞ്ച് 4 മണിക്ക് കഴിച്ചാലും മതി. ഞാൻ പറഞ്ഞില്ല ഞാൻ 2 നേരം കഴിക്കാറുള്ളൂ. പിന്നെ രാത്രി മറ്റേ ഏതെങ്കിലും ഒരു ചായ, ഹെർബൽ ടീ, കുറച്ച് നല്ലോണം വിശക്കുകയാണെങ്കിൽ ഞാനൊരു കപ്പ് പാല് കുടിക്കാറുണ്ട്. അത്ര. അങ്ങനെ ഗൈസ്, ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് ഫൈനലി. ഇപ്പോൾ സമയം കാണാണ്ടോ ഇവിടെ 4:15. 4:15 ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ചോറുണ്ട്, മുരിങ്ങയില താളിപ്പുണ്ട്, തൈര്, കുക്കുംബർ, ചിക്കൻ റോസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം.
ഓക്കെ ലെറ്റ് മീ എൻജോയ് മൈ ലൈഫ്. ഇതെല്ലാം ഞാൻ പറഞ്ഞോളൂ കേട്ടോ, നല്ല മഴക്കാറുള്ളൂ, മഴയില്ല പറഞ്ഞിട്ട്. ഇപ്പം ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പറഞ്ഞാൽ ഇടയിലൊന്ന് നല്ലോണം പെയ്ത് ഇപ്പം കുറച്ച് കുറഞ്ഞ്. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പോൾ വൈപ്പ് ചെയ്ത് വിട്ടത്, അവിടെ ഒക്കെ നിറയെ വെള്ളമായി ഉണ്ടായിരുന്നു. നല്ല മഴ. മറ്റേ വർക്ക് ഏരിയയിൽ കാണിക്കാം. ഇവിടെ കണ്ടോ വെള്ളം? നല്ല മഴ പെയ്യുന്നു. പക്ഷേ ഒരേ ഒരു പ്രശ്നമുള്ളൂ, എന്താന്നല്ലേ, ഈ പിള്ളേരിനെ എങ്ങനെ പുറത്ത് കൊണ്ടുപോകും? എങ്ങനെ പുറത്ത് പോവും? മഴയില്ലേ? സോറോ എങ്ങനെ പുറത്ത് പോവാ? നല്ല മഴയാ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിലെ ആളുണ്ട്, റൂഫി, എൻ്റെ വ്ളോഗ് കാണുന്ന റൂഫി. അവിടെ ഇരുന്ന് സെറ്റിലായി. ഇവിടെ ടി വിയിൽ നമ്മുടെ വ്ളോഗ് ഉണ്ടാ, ഇവിടെ റൂഫി ഉണ്ടാ. സുഖി കറക്റ്റ് എണീറ്റിരുന്നു. വാക്കിംഗ് പോവാ? റെഡിയാ രണ്ടാളും? വാക്കിംഗ് പോവാ? ഇന്ന് വാക്കിംഗ് വന്നിരിക്കുന്നത് ഇവിടെ ഹൈവേൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് ഒരു കയറ്റം പോലുള്ള സ്ഥലത്താണ് വന്നത്. കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം, അപ്പോൾ നല്ല വെള്ളമായിട്ടുണ്ട്. സോറോ വെള്ളമായി കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ സോറോന് വേണ്ടിയിട്ട്, ഇതാണ് സോറോ. അത് നല്ല തിരക്കുണ്ട് ഇവിടെ, വൈകുന്നേരം നല്ല തിരക്ക് കണ്ടോ. സോ ഞങ്ങൾ ഇത്ര നാളില്ലേ ഇതൊരു ധാബ പോലെ വരുന്നുണ്ട്, നമുക്ക് ഇതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നോക്ക്, വന്നതൊരു ബാറായിരുന്നു. ഇവിടെ ഫുൾ അഗ്രികൾച്ചറൽ ലാൻഡ്സ്. പക്ഷേ ഇപ്പം എല്ലാം ക്ലിയർ ചെയ്ത് തുടങ്ങി. ഇപ്പം എല്ലാ അഗ്രികൾച്ചറൽ ലാൻഡ്സും ക്ലിയർ ചെയ്തിട്ട് അവിടെയൊക്കെ ബിൽഡിങ്സ് കെട്ടുക. എന്താ വെച്ചാൽ ഈ ഹൈവേ വരുന്നുണ്ടല്ലോ, ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ബിൽഡിങ് കെട്ടിയാൽ ഇവർക്ക് നല്ല ബിസിനസ് ആവും. ഫാമിങ്ങിനേക്കാളും നല്ല റിട്ടേൺ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ബിൽഡിങ് കെട്ടാൻ തുടങ്ങി. ഒന്നൊന്നല്ല, കുറേ ബിൽഡിങ്സ് ഉണ്ട്. റൂഫിക്ക് പീരിയഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സുഗി റൂഫിക്ക് ഷെഡി ഇട്ട് കൊടുക്കുക, ഷെഡി വിത്ത് പാഡ്. ഇന്നും നല്ല പണിത്തിരക്കായിരുന്നു കേട്ടോ. എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? എല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്, കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനായി ഗൈസ്. ഇത് പിന്നെ ഫ്രൂട്ട്സ് ഇതിൽ ഓവറായിപ്പോയി, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കൈ തുടച്ച് വെച്ച തുണി. ഓക്കെ, ക്ലീനാക്കി. ഇനി ഞാനൊരു ടീ ഉണ്ടാക്കി കുടിക്കട്ടെ. പിന്നെ എൻ്റെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. ഇവിടെ 2 പേരും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അല്ലേ? വിശക്കണില്ലേ? ഫുഡ് വേണോ നിങ്ങൾക്ക് 2 പേർക്ക്? ഇന്ന് ഞാൻ കുടിക്കാൻ പോണത് ഈ ചായയാണ്. ബട്ടർഫ്ലൈ പീ ഫ്ലവർ. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു പിടി എടുത്തിട്ട്, ഇന്ന് നമുക്കിവിടെ ഗ്യാസ് ഇല്ലല്ലോ, പിന്നെ ഈ സംഭവമാണെങ്കിൽ ഇൻഡക്ഷനിൽ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്യാസിലാണ് ചായ ഉണ്ടാക്കുന്നത്. ഓക്കെ, മഴ പെയ്തതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഗ്യാസ്. ഇത് ചൂടാക്കിയാല് ഇഷ്ടം, ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊടുത്താൽ കഴിക്കില്ല. ഇപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോ പേർപ്പിൾ കളറായിട്ടില്ലേ? ഇനി നമ്മൾ ഇങ്ങനെയല്ല ഇത് കുടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിക്കും. പേർപ്പിൾ മാറിയിട്ട് കുറച്ച് പിങ്ക് ആയിട്ട് മാറും. നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, കാരണം ഇതിൽ ഇനിയും ഉണ്ടാവും ഇതിൽ ഇറങ്ങി വരാൻ ഈ ഫ്ലവേഴ്സ് നമ്മളിട്ടില്ലേ അത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഹണി ഒഴിക്കാം, പക്ഷെ ഞാൻ ഹണി ഒഴിക്കാറില്ല. ഇതാണ് ഇന്നത്തെ ചായ. ചപ്പം
നമുക്ക് അച്ചപ്പം കഴിക്കാം. ഇത് വാങ്ങി വെച്ചിട്ട് 2 ആഴ്ച എന്തോ ആയി, പക്ഷെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സെറ്റപ്പ് കാണിച്ചു തരട്ടെ. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചപ്പം ആൻഡ് ചായ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് ചായയും കുടിക്കാം, വർക്ക് ചെയ്യാം, TV നോക്കാം, എല്ലാം ഒന്നിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ബോറടിക്കും. കുറേ നേരമായിട്ട് വർക്ക് ചെയ്തിട്ട് കണ്ണൊക്കെ വേദന എടുക്കുന്നുണ്ട് ലാപ്ടോപ്പിൽ നോക്കിയിട്ട്. സോ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്യാം. ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഈ ശംഖുപുഷ്പം പറയും നമ്മൾ നാട്ടിലൊക്കെ. ശംഖുപുഷ്പത്തിൻ്റെ ചായയാണിത്. അതിൻ്റെ കൂടെ ലെമണും കൂടെ പിഴിഞ്ഞതുകൊണ്ട് ഇറ്റ്സ് മോർ ഹെൽത്തി ആക്ച്വലി. ഏതുണ്ട് ഫുഡ്? നീ ഈ ഐറ്റം കഴിച്ചിട്ടുണ്ടോ? എന്താ പറയാ, താളിപ്പ് ഇഷ്ടായ? കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ചിക്കൻ വരട്ടും മുരിങ്ങയിലും കുറച്ച് സ്പൈസി ആയിരിക്കും. ആ, ചിക്കനും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു, അപ്പോ കോമ്പൻസേറ്റ് ആവും. കാരണം മറ്റേതിൽ അത്ര എരിയില്ല. അതെ, അത് ഭയങ്കര മൈൽഡാണ്. അതിൽ വേറെ ഒരു പൊടി ഇട്ടിട്ടില്ല, വേറെ കുറച്ച് പച്ചമുളക് 2 ഇട്ടിട്ടുള്ളൂ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയാനുണ്ട്. നീ തൈരും കുക്കുംബറും ഒന്നും എടുക്കില്ല അല്ലേ? തൈരും കുക്കുംബറും ഒന്നും എടുക്കില്ല. ഹലോ, അപ്പോ ഡേ 3 ഈസ് ഡൺ ഹിയർ. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇന്ന് കുറച്ച് വയ്യ എനിക്ക്, ഐ എം PMSing. സോ അതിൻ്റെതായ കുറച്ച് ക്രാംസും ബാക്ക് പെയിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മോൾക്കും എൻ്റെ റൂഫിക്കുട്ടിയും പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ്. അവളും കുറച്ച് മൂടി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇനിയിപ്പോൾ അവളുടെ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവളിപ്പോൾ ഫുൾ നമ്മളുടെ കൂടെ വന്ന് നമ്മളുടെ അടുത്തിരുന്ന് അങ്ങനെയുണ്ട്. സോ നമുക്ക് ഇനി ഡേ 4 വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് എനിക്ക് കുറേ കഥ പറയാനൊന്നും വയ്യ. ഞാൻ നേരത്തെ കിടക്കാൻ പോവാണ്. ഇപ്പം ടൈം കറക്റ്റ് 10:30. ഞാൻ ലോഗ് ഔട്ട് കഴിഞ്ഞു. ഇനി പോയിട്ട് ഫ്രഷ് ആകണം, കിടന്നുറങ്ങണം. ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ടുമോറോ. താങ്ക് യു. ലവ് യു ഓൾ. ബൈ.